കാബേജിന്റെ മുഖവും ചോളത്തിന്റെ നിറവുമുള്ള ദമയന്തി വരണമാലിയുമായി പോളിംഗ് ബൂത്തിലെത്തി. 5 നളന്മാർ. ദമയന്തി എല്ലാ ദൈവങ്ങളോടും ചോദിച്ചു യഥാർത്ഥ നളനേതാണ്. മുദ്രകളില്ലാത്ത 5 പേരും വ്യാജന്മാരായിരുന്നു. ഇങ്ങനെയാണ് ആ കവിത ആരംഭിക്കുന്നത്. അങ്ങനെ 4-5 ബുള്ളറ്റിനുകളാണ് ഉള്ളത്. സഹിക്കാൻ മേൽ എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗം ഈ രീതിയിൽ പാളിപ്പോയി. നമ്മുടെ ഏക ആശ്രയമാണ് ജനാധിപത്യം എന്നുള്ളത്. ജനാധിപത്യം ഈ രീതിയിൽ മലിനമായി പോകുന്നു, നമുക്ക് അനുകൂലമല്ലാതായി പോകുന്നു, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ ഇതില്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അത് കലാകൃതിയിൽ അച്ചടിച്ച് വന്നപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, കത്തുകളുടെ ഒരു വിനിമയ രീതിയാണ് ഉണ്ടായിരുന്നത്. ധാരാളം ആളുകളുടെ കത്ത് എനിക്ക് കിട്ടി. ആ കവിതയെ എന്നെ അന്ന് അഭിനന്ദിച്ച് പറഞ്ഞവരിൽ അന്ന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന പിന്നെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിരുന്ന ഇന്ന് പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള TT ശ്രീകുമാറാണ് ഈ കവിത നന്നായിട്ട് കൺവേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് ലൈബ്രറി ജോലി ചെയ്യാം. ലൈബ്രറി വന്നിട്ട് എന്നോട് പറയുകയൊക്കെ ചെയ്തു. പുള്ളി എല്ലാം ഒരു കത്ത് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. കത്ത് അവർ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ കൂടി സാധാരണ കവിതയല്ലല്ലോ, തുറന്നു പറയുന്ന ഒരു കവിതയാണല്ലോ. തുറന്നു പറയുന്ന കവിതയ്ക്ക് എന്ത് പേരിടും? നഗ്നമായ കവിത. നഗ്നമായ കവിത എന്ന് പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാരോളം വലിപ്പമുള്ള കവിത വേണ്ട, കുഞ്ഞുണ്ണി മാഷോളം ചെറുതായിരിക്കുകയും വേണ്ട, അല്ലാതുള്ള ഒരു സമീപനമായിരിക്കും ഇതിന് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വാസ്തവത്തിൽ ഈ നഗ്ന കവിത എന്ന് പറയുന്നത് ഇന്ത്യൻ കാവ്യ രീതിയിൽ ആദ്യമായിട്ടുള്ളതല്ല. അതിൽ പ്രധാനപ്പെട്ട നഗ്ന കവിതകളെല്ലാം വന്നിട്ടുള്ള തെലുങ്ക് ഭാഷയിലാണ്. തെലുങ്കിൽ അവരതിന് പറയുന്നത് ദിഗംബര കവിത എന്നാണ്. ദിഗംബര കവിതയിൽ മഹാകവി ശ്രീശ്രീ അടക്കമുള്ള ഇത്തരം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ദിഗംബര കവി അല്ലെങ്കിൽ വിപ്ലവ പോരാട്ട കവി എന്ന് പറയുന്നത് ഗദ്ദറാണ്. അപ്പോൾ ഗദ്ദറിൻ്റെ ഇത്തരം കവിതകൾ കേൾക്കാൻ സംഗീതം ചേർത്തിട്ടാണ് പുള്ളി ചൊല്ലുന്നത്. അത് കേൾക്കാനായിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് സെക്കന്ദരാബാദിലും ഹൈദരാബാദിലും എല്ലാം ഒത്തുകൂടിയിരുന്നത്. ഞാൻ ഗദ്ദറിനെ